കൂലി റിലീസായിരിക്കുകയാണ്. ഗംഭീര ഇൻട്രൊഡക്ഷനിലൂടെയാണ് തുടങ്ങിയത്. രജനീകാന്തിൻ്റെ ഗംഭീര ഇൻട്രൊഡക്ഷനാണ്. ടൈറ്റിൽ കാർഡൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയുടെ മൊത്തത്തിലുള്ള മ്യൂസിക് വർക്ക് അടിപൊളിയാണ്. പിന്നെ നല്ല സൗബിന് നല്ല ലെങ്തി ആയിട്ടുള്ള റോളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു ക്യാമിയോ അങ്ങനത്തെ സംഭവമല്ല. സൗബിൻ്റെ ഓരോ സീനും തിയേറ്ററിൽ നിറഞ്ഞ കൈയിലായിരുന്നു. സൗബിൻ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നാഗാർജുൻ അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്. ഇനി ഇതിൽ അമീർ ഖാൻ അവരുടെയൊക്കെ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഓരോ ഹീറോസിൻ്റെ ഒരു ഇൻട്രോയും ഒരു ഗംഭീര ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. ഒരു 30 years ബാക്കിലുള്ള ഒരു രജനിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്തായാലും വരാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു എന്തോ ഒരു ബിൽഡപ്പ് കൊടുത്ത പോലെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ അതിഗംഭീരമായ കഥ ഭയങ്കര രീതിയിൽ പോയ രീതിയിലൊന്നും സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു 30 years ബാക്ക് എന്നുള്ള ഒരു വലിയൊരു സംഭവം എന്തായാലും ഈ സിനിമയിൽ കാത്തിരിക്കുന്നുണ്ട്. ആമിർ ഖാൻ്റെ കഥാപാത്രമാണെങ്കിലും അങ്ങനെ ഇനി വേറെ ഏതെങ്കിലും ക്യാമിയോ ഉണ്ടോ, LCUവിലേക്ക് ഇത് കയറുമോ, അതൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇനി കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മോണിക്ക സോങ് അതുപോലെയുള്ള ഇവരുടെ ഓരോ ഇൻട്രോസ് അതെല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു ലോകേഷിനെക്കാട്ടിലും അനിരുദ്ധ് മികച്ചു നിന്ന ഒരു ഹാഫായിട്ടാണ് സിനിമ ഫസ്റ്റ് ഹാഫ് തോന്നിയിരിക്കുന്നത്. കുഴപ്പമില്ല, അത്ര പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ടോട്ടൽ മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ പടം ഇതുവരെ ഒരു സ്റ്റോറിയിലേക്ക് എത്തിയില്ല. ഇനി ഇൻട്രോൽ പഞ്ച് അടിപൊളിയാണ്. അപ്പോൾ സൗബിൻ്റെ ഒരു പ്രകടനം നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല ഇതുവരെ. പക്ഷേ ഇതിന് ശേഷം ഇൻട്രോലിന് ശേഷം നല്ലൊരു പ്രകടനം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. കാരണം ഇതുവരെ അത്ര ഒരു ഇതില്ല. നമ്മളെ ജയിലറിൽ വിനായകനെല്ലാം പെർഫോമൻസിൻ്റെ അകലത്തെത്തിയില്ല സൗബിൻ എന്താ പറയാൻ. പക്ഷേ ഇനിയൊരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇൻട്രോൽ പഞ്ച് അങ്ങനെയാണ് കൊടുക്കുന്നത്. പടം രജനീകാന്തിൻ്റെ മാസമൊന്നും അത്ര ഒരു ലെവലിലേക്ക് എത്തിയില്ല ഇതുവരെ. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല ഉള്ളത് പറയുന്നത്. ഇതുവരെ ഹൈപ്പ് കൂടിയിട്ടാണ് ഈ പടത്തിനൊരു ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല ഇതുവരെ. ഒരു ഫസ്റ്റ് ഹാഫ് എത്താൻ പറ്റിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ആ ഇൻട്രോൽ പഞ്ച് അങ്ങനെയാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മളൊരു ബാക്കി പ്രതീക്ഷയോടെ കാണും. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് നല്ല അടിപൊളി റിവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതിൻ്റെ എന്തോ ഒരു സൂചനയാണ്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, രജനീകാന്ത് ഒരു ബ്രാൻഡാണ്, നാഗാർജുന ഒരു ബ്രാൻഡാണ്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒരു ബ്രാൻഡാണ്. സൗബിൻ ഷാഹിർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം തന്നെയാണ്. പക്ഷേ ചെയ്തവരെല്ലാം നല്ല മികച്ച രീതിയിലാണ് പോയേക്കുന്നത്. അനിരുദ്ധിൻ്റെ BGM ഇതുവരെയും കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് ഫൈനൽ ലിസ്റ്റിൽ വരുമ്പോഴാണ് നമുക്ക് ആ BGMനെ കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. എന്തായാലും സിനിമ ഹിറ്റാണ്, അത് ഉറപ്പാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളോ മറ്റൊന്നും നമുക്കൊരു ലാഗടിപ്പിച്ച് നമ്മളെ ബോറടിപ്പിക്കാണ്ട് പോകുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഫൈനലിൽ ലോകേഷ് കനകരാജിൻ്റെ സസ്പെൻസുകൾ എന്തോ ഈ സിനിമയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്.